ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിവിടെ മൂന്നാമത്തെ ദിവസം, ജയ്പൂരിലെ മൂന്നാമത്തെ ദിവസം. ഭക്ഷണം പ്രശ്നമാണ്, പിന്നെ നമ്മുടെ അത്രയും വലിയ ഡെവലപ്മെന്റ് ഒന്നും ഇല്ല. പഴയ ഒരു സിറ്റിയാണ്. ഞാനെപ്പോഴും അതായത് ആ പഴമയിൽ നിന്ന് ഇവര് പുതുമയിലേക്ക് വന്നിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു 1947 തന്നെ കിടക്കുമെന്ന് തോന്നുന്നു. ഒരു പുതുമയും ഇവിടെ വന്നിട്ടില്ല. എന്നാൽ മെയിൻ സിറ്റികളുണ്ട്, ചെറുതായിട്ടേ ഉള്ളു. നമ്മുടെ കൊച്ചിയിൽ നിന്ന് വന്നാൽ നമുക്ക് ഒരിക്കലും ഇവിടെ പെട്ടെന്ന് പിടിക്കത്തില്ല. പക്ഷേങ്കിൽ സാധനങ്ങൾ വെറൈറ്റികൾ ഇഷ്ടം പോലെ. ഇതെനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കുടിൽ വ്യവസായം പോലെ എല്ലാവരും ജോലി ചെയ്യുന്നു. ഇപ്പം ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ചെന്നപ്പോൾ വരച്ചിട്ടാണ്, ആ കുപ്പിയിലും പാത്രത്തിലും ഒക്കെ വരച്ചിട്ട് അവർ കളർ ചെയ്ത് എടുക്കുകയാണ്. ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് അത് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒരു മേഖലയാണത്, കൈത്തൊഴില് ശരിക്കും. ഇത്രയും പ്രായമായല്ലോ, നല്ല പ്രായം ഉണ്ടായിരുന്നല്ലോ, ഒരു 30-20 40 ഈ വയസ്സാം കാലത്താണ് തനിക്ക് ബോധം വെച്ചത് ബിസിനസ് എന്നുള്ളത്. അത് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ആണ് ഇത് ഇപ്പൊ ഈ വയസ്സാം കാലം എന്ന് പറയുന്നത്. യൂറോപ്യൻ കൺട്രീസ് എടുത്ത് ഞാൻ പറയാൻ ചക്കരകളെ, അവര് 50 വയസ്സിലാണ് ജീവിതം തുടങ്ങുന്നത്. ഞാനും എൻ്റെ 50കളിലാണ് ഇപ്പൊ ജീവിതം തുടങ്ങിയിരിക്കുന്നത്. എല്ലാം നേടണമെന്നുള്ളൊരു ബോധം വന്നത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ബോബൻ വന്നതോടുകൂടിയാണ് എനിക്ക് ശരിക്കും പറയാം ശിവനും പാർവതിയും പോലെ ശക്തി കൂടിയത്. സത്യം. ബോബൻ വന്നതിന് ശേഷമാണ് എനിക്ക് ബുദ്ധി ഉദിച്ചത്. കാരണം ഒരു സ്നേഹത്തിന്റെ ഒരാളുടെ മാത്രം കാര്യമല്ല, പരസ്പരം ഇത് ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് അല്ലാതെ ഇപ്പം സിംഗിളിന് മാത്രം ഗുണമുണ്ടായി, അല്ലെങ്കിൽ സിംഗിള് മാത്രം നന്നായി, സിംഗിള് എന്നെ കൊണ്ട് നന്നായി എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. ഞാനും ജീവിക്കാൻ തുടങ്ങിയത് സിംഗിളിന്റെ കൂടെ വന്നതിന് ശേഷമാണ്. ഒറ്റപ്പെട്ട് ഒരുപാട് വിഷമിച്ചായിരുന്നു എന്നെ പോലെ തന്നെ. സാർ, ഈ യാത്രയുടെ ഒരു കാര്യം പറയാമോ? നിങ്ങള് തന്നെയുള്ള ഈ ലോങ് യാത്രയുടെ നമ്മള് തന്നെ, ഞങ്ങള് തന്നെ വന്ന് കണ്ടുപിടിച്ച് തന്നെ വന്ന് നോക്കി ഏറ്റവും നല്ലതും ഏറ്റവും വില കുറഞ്ഞതുമായിട്ടുള്ള സാധനങ്ങള്, ക്വാളിറ്റി നന്നായിരിക്കണമല്ലോ, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതുപോലെ തന്നെ വലിയ കോസ്റ്റ്ലി അല്ലാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ തന്നെ വന്നാലേ അത് ശരിയാവത്തുള്ളൂ. നമുക്ക് മാനസികമായിട്ടൊരു സംതൃപ്തി കിട്ടണ്ടേ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ തന്നെ വന്നത്. അല്ലാതെ വേറെ ഒരു ആൾക്കാരെ ഏൽപ്പിച്ച് വിടുന്നതിനകത്ത് അർത്ഥമില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് അതൊക്കെ ചെയ്യിക്കാം. അതൊക്കെ ഒരു കുറച്ചു കാലം കഴിഞ്ഞിട്ടേ നമുക്ക് പറ്റുള്ളൂ. ആദ്യം എന്താണെങ്കിലും നമ്മൾ തന്നെ വന്ന് ചെയ്താലേ അത് ശരിയാവത്തുള്ളൂ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിയണമല്ലോ, ഇതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കണമല്ലോ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തന്നെ വന്നത്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ എന്ത് ബിസിനസ് ചെയ്താലും ഇപ്പം ഞങ്ങൾ റെസ്റ്റോറൻറ്റ് മേഖലയിൽ വന്നത്, എനിക്ക് ആ പണി അറിയാവുന്നത് കൊണ്ടാണ്. ഒരു കുക്ക് തോപ്പിച്ചാൽ, ഒരു കുക്ക് ഒരു ദിവസം വന്നില്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് ഒന്ന് അടച്ചിടേണ്ടി വരും. എന്നെ സംബന്ധിച്ചോളം അതൊരു വിഷയമല്ല. ഒരു 200 പേർക്ക് വേണമെങ്കിലും എനിക്ക്, ഞാൻ 2-3 മണിക്കൂർ കൊണ്ട് 200 പേർക്ക് ചോറ് കൊടുക്കാൻ തയ്യാറ്. ചോറും കറി എല്ലാ വിഭവസമൃദ്ധമായി കൊടുക്കാൻ തയ്യാറാണ്. ഞാനത് പഠിച്ചത് കൊണ്ടാണ്, അത് അതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ആ മേഖലയിൽ വിജയിച്ചത്. ഇപ്പം ഇത് വന്നത്, ഇതെനിക്ക് പണ്ടുപോലെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ ശരിക്കുള്ള പ്രായം 50കളാണെന്ന് ഞാൻ പറയുന്നത്. എൻ്റെ ബാധ്യതകൾ, മക്കളൊക്കെ കെട്ടിപ്പോയി, അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു, അവരെ കല്യാണം കഴിച്ചു, അവരെല്ലാം വലുതായി, അവരുടേതെല്ലാം ഇതെല്ലാം തീർന്നു. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് നല്ലൊരു പങ്കാളിയെ കിട്ടി. അത് ഈ പറഞ്ഞതൊക്കെ ശിവനും പാർവതിയും പോലെ എന്ന് വേണേൽ പറയാം. കാരണം ശിവന് പാർവതി ഇല്ലെങ്കിൽ ശക്തിയില്ല, പാർവതിക്ക് ശിവനില്ലെങ്കിൽ ശക്തിയില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ എൻ്റെ ബോബൻ വന്നതിന് ശേഷമാണ് എനിക്ക് ജീവിക്കാൻ ആഗ്രഹം തോന്നി. എന്തു ചെയ്തിട്ടും പണം ഉണ്ടാക്കണം, ജീവിക്കണം എന്നൊരു തോന്നി. കാരണം ബോബൻ അത്രയ്ക്ക് വലിയ സ്നേഹമാണ്. ബോബന് സ്നേഹമുണ്ട്. പിന്നെ ബോബനെ പ്രകടമാക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രകടിപ്പിക്കുന്ന രീതിയൊന്നും ബോബൻ അറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തും, ഞാൻ എൻ്റെ ആഗ്രഹം ഇങ്ങനെയാണ്, എൻ്റെ ആഗ്രഹം ഇങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അതിലേക്ക് മാറാൻ ബോബൻ തയ്യാറായത് കൊണ്ടാണ് എനിക്ക് ബോബനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് ബോബനെ പിരിഞ്ഞിരിക്കുന്നത് ഇഷ്ടമേ അല്ല. സത്യം. എൻ്റെ ബോബൻ ഞാൻ ഒരുമിച്ച് പോകണമെന്ന് പോലുമാണ് ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇൻറ്റിമസി. ഞാൻ എൻ്റെ മുഖം, ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് ബോബൻ അപ്പം തന്നെ മനസ്സിലാവും. എൻ്റെ ചിരി മറിയുമോ ബോബന് മനസ്സിലാവും. എല്ലാം ബോബന് മനസ്സിലാവും. അതുപോലെ തന്നെ തിരിച്ച് ബോബൻ്റെയും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാനാണ് മുൻകൈ എടുത്തത്, ബോബനോട് പറഞ്ഞത്, ഇങ്ങനെ നമുക്കൊരു ബിസിനസ് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ പിന്നെ എനിക്ക് വീട് ഒരുക്കി വെക്കുന്നത്, കിച്ചൺ ഒരുക്കി വെക്കുന്നത്, ബെഡ്റൂം ഒരുക്കി വെക്കുന്നത്, ഇവിടുന്ന് മേടിച്ച സാധനങ്ങളില് മിക്കവാറും സാധനങ്ങളെല്ലാം സെയിലായി കഴിഞ്ഞു. എല്ലാം അത്
അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഇപ്പോഴത്തെ ജനങ്ങൾക്കുണ്ട്. വൃത്തിയും മെനയായിട്ട് ജീവിക്കുക, വീടിനൊരു പോസിറ്റീവ് ഊർജ്ജം, വീടിനൊരു പോസിറ്റീവ് ഊർജം കിട്ടുന്ന സാധനങ്ങളെല്ലാമാണ് ഞാൻ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതെല്ലാം പറയുന്നത് എൻ്റെ വീടും എൻ്റെ ചുറ്റുപാടുകളും ഞാൻ ഞാൻ നിൽക്കുന്ന സ്ഥലം എല്ലാം നീറ്റും വൃത്തിയായിരിക്കും. എൻ്റെ എവിടെ നോക്കിയാലും ഞാൻ എങ്ങനെ ഒരുങ്ങുന്നോ അതിൽ മനോഹരമായിട്ട് എൻ്റെ വീടും എൻ്റെ അടുക്കളയും എൻ്റെ ബെഡ്റൂമും എൻ്റെ ബാത്റൂമും എല്ലാം ഞാൻ ഒരുക്കി വെച്ചിരിക്കും. അപ്പൊ അനു വന്നിട്ട് മോൾക്ക് എന്താ തോന്നുന്നത്? അങ്ങനെയല്ലേ? അല്ല, സിനിമ ഇപ്പൊ നമ്മള് സ്വന്തമായിട്ട് ചെയ്യണം നമുക്ക് വേണ്ടിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് മറ്റുള്ളവരിൽ കൂടി കൊടുക്കാം എന്നൊരു ചിന്ത വന്നത്? എല്ലായിടവും വൃത്തി. ഇപ്പൊ ഞാൻ എൻ്റെ പറഞ്ഞ പല സ്ഥലത്ത് കല്യാണം വിളിക്കാനൊക്കെ പോയപ്പോ ചിലർക്ക് ഇത് അറിയില്ല. എല്ലാം ഉണ്ട്, പൈസയുണ്ട്, എല്ലാം ഉണ്ട്, ജീവിത സാഹചര്യം ഉണ്ട്. ഞാനൊക്കെ ചെറുതിൽ മുൻപ് പണമില്ലായിരുന്നു, അപ്പോഴും ഞാൻ അടുക്കും ചിട്ട ഏറ്റവും നല്ലത് ഒരു ഇതിനൊരു താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഞാൻ ഇന്ന് എനിക്ക് നല്ല രീതിയിൽ മുന്നേറി വരാൻ സാധിക്കുന്നത്. എനിക്കിതേക്കുറിച്ച് ഒരു ഗ്രാഹ്യം ദൈവാധീനത്തിൽ ഉണ്ടായിരുന്നു. ഇതെന്റെ ആഗ്രഹമായിരുന്നു. ഞാൻ ഇതിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങള്. മക്കള് രണ്ടുപേരും ഈ കാര്യത്തില് 100% പെർഫെക്റ്റ്. അവരുടെ റൂമൊക്കെ എല്ലാം അടുക്കി പറക്കി റൂമും വീടും എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് മക്കൾ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ബോബനാണെങ്കിലും വന്നപ്പോ ബോബൻ ഭയങ്കര ഡിസിപ്ലിൻ ഉള്ള മനുഷ്യനാണ്. എവിടെ ഒരു പേന ഇരിക്കേണ്ടടുത്ത് പേന ഇരിക്കും, ബെഡ്ഷീറ്റ് ഇരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ബോബന്റെ ബെഡ്ഷീറ്റ് എല്ലാം ചുളുക്കെല്ലാം മാറ്റി നിവർത്തിയ പില്ലോ വെക്കേണ്ട പോലെ വെച്ച് ബെഡ്ഷീറ്റ് നമ്മുടെ എനിക്കത് ഭയങ്കരമായിട്ട് കമ്പനി തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് പുള്ളി ചെയ്യുന്നത്, പുള്ളി ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് സത്യത്തിൽ പറയട്ടെ, എനിക്ക് ഒരു 55 വയസ്സുണ്ട്. ഇപ്പൊ എനിക്ക് ഈ പ്രായം ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എനിക്ക് ഇനി ഒരുപാട് മുന്നേറാനുണ്ട്. മറ്റുള്ളവർക്ക് അതുപോലെ എൻ്റെ ഒപ്പം തന്നെ ഞാൻ മാത്രം രക്ഷപ്പെട്ടു, അവരാരും രക്ഷപ്പെടില്ല, അല്ലെ എനിക്ക് മാത്രം ഇങ്ങനെ ജീവിച്ചാൽ മതി, അങ്ങനത്തെ ഒരു മൈൻഡും എനിക്കില്ല. എൻ്റെ കൂടെ നിൽക്കുന്നവരും എല്ലാവരും വിജയിച്ച് മുന്നേറി നല്ല മനസമാധാനത്തോടെ എല്ലാവിധ സാമ്പത്തിക ഭദ്രതയോടും കൂടി ജീവിക്കുന്നത്, ആരോഗ്യത്തോട് ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഒരു കുശുമ്പ് മനസ്ഥിതി എൻ്റെ മനസ്സിലില്ല, അസൂയ എന്നൊരു സംഭവം. അതുകൊണ്ടായിരിക്കാം ദൈവാനുഗ്രഹം എൻ്റെ കൂടെയുള്ളത്. നമ്മുടെ കൂടെയുള്ളവരെയും സ്നേഹിക്കുകയും സമഭാവനയെ കാണുകയും ചെയ്യുമ്പോൾ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൃഷ്ണൻ അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ഭഗവത്ഗീതയാണ് ഫോളോ ചെയ്യുന്നത്. ശരിക്കും ഞാൻ അതാണ് ആ ഒരു കർമ്മം കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഫലം എനിക്ക് കിട്ടുന്നുണ്ട്. ഗുരുവായൂരപ്പനായിട്ട് തന്നാണ് ബോബനെന്ന് എല്ലാവരും പറയും. അത് ഉറപ്പായ കാര്യമാണ്. അതൊരു സംശയമേ ഇല്ല, നിസ്സംശയം. ഈ ബുദ്ധികളൊക്കെ തന്നത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്. ഞാൻ ഏറ്റവും നല്ല സാരി ഉടുക്കുന്നുണ്ട്, ഏറ്റവും നല്ല ചെരുപ്പിടുന്നുണ്ട്, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഏറ്റവും നല്ല ഡോക്ടറെ കാണുന്നുണ്ട്, അസുഖം വന്ന എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എനിക്ക് ഇതിനുള്ള സോഴ്സ് എവിടുന്നാണ്? പണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയാണ്. അല്ല ചുമ്മാതിരുന്ന് പറഞ്ഞാലൊന്നും പണം വരത്തില്ല. പണത്തിന്റെ പുറകെ കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഈഗോ ഇല്ല. ഇപ്പൊ അനു എന്റെ കൂടെ വന്നിട്ട് എത്ര നല്ല 3 വർഷമായില്ലേ? നീ കാണുന്നുണ്ടോ? കഷ്ടപ്പെടാൻ വല്ല മടിയുണ്ടോ? കഷ്ടപ്പെടാൻ മടിയേ ഇല്ല. കഷ്ടപ്പെടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. എന്നെ പരമാവധി ചെയ്യുന്നുണ്ടല്ലേ മോളെ? ഞാൻ എവിടെയൊന്നും പിശുക്കത്തൊന്നുമില്ല, എല്ലാം ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ജീവിതം കറക്റ്റ് ചെയ്ത് പോകാൻ ദൈവം അനുഗ്രഹിച്ച് സാധിക്കുന്നുണ്ട്. പിന്നെ ശിവൻ ശക്തി എന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. ബോബനില്ലാതെ എനിക്ക് പറ്റില്ല, ഞാനില്ലാതെ ബോബനും പറ്റത്തില്ല. അതാണ് ഞങ്ങളുടെ വിജയം. ഇത് ദൈവം ചേർത്ത് വെച്ചിരുന്നതാണ് നേരത്തെ. ഇങ്ങനെ നിങ്ങളുടെ കൂടെ കൂടിച്ചേർന്നിട്ട് മതിയായിരിക്കും, എന്നിട്ട് മതി നിനക്ക് ഞാൻ ബുദ്ധി തരുന്നതെന്ന് പുള്ളി ഉദ്ദേശിച്ചായിരിക്കും. അതുകൊണ്ടാണ് പുള്ളി തരുന്ന ശക്തി കൊണ്ടാണ് എനിക്കിത് ചെയ്യണം. എന്നോട് കമന്റിലൂടെ ഓരോരുത്തർ ചോദിക്കുവേ, നിങ്ങള് പിന്നെ നേരത്തെ നിങ്ങൾക്ക് എന്താ ഇത് തുടങ്ങിക്കൂടായിരുന്ന എന്ന് ചോദിക്കും. നിങ്ങൾ ആ ബുദ്ധി അന്നേരം ബുദ്ധി ഇല്ലാതായി പോകും. കാരണം നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല, സ്നേഹിക്കപ്പെടാൻ ആരുമില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ഒന്നും വേണ്ട. ഞാൻ ബോബനോട് പറഞ്ഞു, നിങ്ങൾ വെറുതെ എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ കയ്യും പിടിച്ചിടന്നാൽ മതി. പൈസ ഈ ലോകത്തുനിന്ന് മുഴുവൻ ഇവിടെ ആരോട് ചോദിച്ചാലും നമ്മൾ കൊടുക്കൽ വാങ്ങൽ കറക്റ്റ് ആണെങ്കിൽ പണം എവിടെയും കിട്ടും. ഒരു ബാങ്കിന്റെ വാതിക്കലും എത്ര പേപ്പർ കൊടുക്കണം, എനിക്കൊന്നും വേണ്ട. ഒരു മെസ്സേജ് ഇട്ടാൽ മതി, എനിക്ക് ക്യാഷ് കിട്ടും. ബിസിനസ് ഞാൻ അത്ര പഞ്ച്വാലിറ്റിയോട് കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ദൈവം അനുഗ്രഹിച്ചിട്ട്, കാരണം എന്താണ്, മെഡിക്കൽ കൊടുക്കൽ വാങ്ങലൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്മൂത്ത് ആയിട്ട് പോയാൽ നമ്മൾക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ആരെയും ശത്രുക്കളാക്കാതെ എല്ലാവരെയും സേവ് ചെയ്ത് എല്ലാവരോടും കുറച്ച് വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമയും പാലിച്ച് മുന്നോട്ട് പോയി ക്ഷമിക്കണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇവിടെ ദേഷ്യമുള്ള സ്ത്രീയാണ്. പക്ഷേങ്കിൽ ഞാൻ മറ്റുള്ളവരോട് അങ്ങനെ എല്ലാവരും അങ്ങനെ കാണിക്കാറില്ല. ക്ഷമിക്കാം മാക്സിമം, അല്ലേ അനുമോളെ? ക്ഷമിക്കാൻ നോക്കും. ചില സമയത്ത് നമുക്ക് ഒത്തിരി
പിള്ളേരൊക്കെ ചില ടെൻഷനൊക്കെ തരും ചില, അപ്പൊ നമുക്ക് ദേഷ്യം വരും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നതിന്റെ മൂല്യം അറിയാതെ ഈ കുട്ടികൾ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ട്, ചില പിടിവാശികളൊക്കെ കാണിക്കുമ്പോൾ നമ്മളൊക്കെ ദൈവമേ ഇവരിത് കാണുന്നില്ല, എന്തുമാത്രം കഷ്ടപ്പെട്ട് നമ്മൾ ഇവര് വളർത്തുന്നതെന്ന് ചിലപ്പോൾ ഇവര് കാണത്തില്ല. കാരണം എനിക്ക് തോന്നുന്നു ആ പ്രായത്തിൻ്റെതായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മാറുമായിരിക്കും. ചില പിടിവാശിയൊക്കെ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. കാരണം ഞാൻ വന്നിരിക്കുന്ന എവിടെ നിന്നുള്ള ബോധം എനിക്ക് ശരിക്കും ഉള്ളത് കൊണ്ടാണ് ദേഷ്യം വരുന്നത്, വേറെ ഒന്നുമല്ല. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ എന്റെ കൂടെ ഉള്ളത് ആളെ വെച്ച് പറയുകയാണെങ്കിൽ ആ ആളെന്റെ ശക്തിയാണ് കേട്ടാ. ആള് വന്നതിന് ശേഷമാണ് എനിക്ക് ബുദ്ധി ഉദിച്ചത്, ജീവിക്കണം, എല്ലാം അച്ചീവ് ചെയ്യണം, മുന്നോട്ട് പോകണം, ഇനിയും നേടണം എന്നൊക്കെ തോന്നിയത്. ഈ ആയുസ് പോരാ, ഇച്ചിരി നേരത്തോടെ ഞങ്ങൾ ഇത് ഇനി ഒരുപാട് ആയുസ് കിട്ടണം എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുമിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാൻ. അപ്പൊ ചക്കരകളെ ഞങ്ങൾ ആ സംഭവ സ്ഥലത്ത് എത്തി, മാർക്കറ്റിലെത്തി, ഞങ്ങൾ കയറാൻ പോവുകയാണ്. പുതിയ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. എല്ലാം ഞങ്ങൾ എടുത്തത് മുഴുവൻ ഏകദേശം 100 99 ചിലവായിരിക്കുക. അടുത്തത് വീണ്ടും എടുക്കാൻ പോവുക. ഓക്കെ, താങ്ക് യു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും അനുഗ്രഹത്തിന്. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, എന്റെ കൂടെ നിങ്ങളുണ്ട്, നമ്മുടെ കൂടെ ദൈവമുണ്ട്. ഓക്കെ.